ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡിന്നറിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കനാണ്. ഇതിനു മുമ്പ് ഞാനൊരു ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നോക്കാം. സോ ആദ്യം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അത് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി 100 ഗ്രാം ബട്ടർ, ബേ ലീവ്സ്, കറുകപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക എന്നുള്ളത് എത്രയാണ് എമൗണ്ട് എന്നുള്ളതൊക്കെ എത്രയാണ് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ളത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. വേവിക്കാൻ വെച്ചതിന് ശേഷം അതേസമയം പാരലായിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലോട്ട് ഒലീവ് ഓയിലും ഗാർലിക്കും ജിഞ്ചർ, സവോള, തക്കാളി, നമ്മൾ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസ്, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുകയാണ്. നമ്മൾ പേസ്റ്റ് ആക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ തക്കാളിയും സവോള ഒരുമിച്ചിടുന്നത്. അതിലോട്ട് ഉപ്പും ആഡ് ചെയ്ത്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത്, അതായത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അതായത് മസാലാസ്, നമ്മൾ പൊടി ഐറ്റംസാണ് ഇടാൻ പോകുന്നത്. ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് ആ സത്യം മനസ്സിലാക്കിയത്, ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആക്ച്വലി തെറ്റിപ്പോയി. ആക്ച്വലി നമ്മളത് ചിക്കൻ ഫ്രൈ ചെയ്തല്ലേ ഉണ്ടാക്കുക, നമ്മളിവിടെ കുക്കറിലിട്ടാണ് വേവിച്ചത്, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാണ് ഇങ്ങനെ ട്രൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു വിസിൽ അടുപ്പിച്ചാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഹാഫ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഞാൻ പറയില്ലേ പൊടി ഐറ്റംസ് ഇടുന്നത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. ഇതിൻ്റെയൊക്കെ എമൗണ്ട് എത്രയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതെല്ലാം ഇട്ടതിന് ശേഷം അതിലോട്ട് ഗരം മസാലയും പെരിഞ്ജീരകപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം സോട്ട് ചെയ്ത് നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനെയാണ് നമ്മൾ ഇനി പേസ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സോട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതാവുന്ന സമയം കൊണ്ട്, തണുക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആൾക്കാർ കാണുന്നവർ വിചാരിക്കുന്ന അമ്മയ്ക്ക് ഒരു അളവില്ലാതെ ഉണ്ടാക്കുകയാണ്, അളവില്ലാതെ പൊടികൾ ഇടുകയെന്നാണ് വിചാരിക്കുന്നതാണ് അമ്മ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു അളവുണ്ട്. അത് തണുത്ത് വരുമ്പോഴത്തേക്കും അതിലാവശ്യമായ വെള്ളം ആഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. വേറൊരു പാൻ വെക്കുക. പാൻ എടുത്തിട്ട് അതിൽ 100 ഗ്രാംസ് ബട്ടർ ഇട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന കാണാൻ നല്ല കണ്ണിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിലോട്ട് ഈ പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കനും അതിൻ്റെ സ്റ്റോക്കും അതിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് എത്രയാണോ ആവശ്യമുള്ളത് അപ്പോൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ റോസ്റ്റഡ് കാഷ്യൂസ് ഉണ്ടല്ലോ, റോസ്റ്റഡ് കാഷ്യൂസ് എടുത്ത് അതിലാവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. എന്നിട്ട് അതിലോട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റെപ്പായിട്ട് മല്ലിയിലയോ കസൂരി മെത്തിയോ ആഡ് ചെയ്യുന്നതാണ്. ഇത് അപ്പം, ചപ്പാത്തി, ഇതിനുള്ള ഇടിയപ്പം, അതിനുള്ള എന്തിൻ്റെ കൂടെയും പോവും. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള റെസിപ്പീസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, താങ്ക് യു.